ഇന്ന് നമ്മൾ തൊഴാൻ പോകുന്നത് മഞ്ചേരിയിൽ തന്നെ ഏറ്റവും പഴക്കവും പ്രസിദ്ധവുമായ ഒരു അമ്പലമുണ്ട്, തിരുമണിക്കര ഗുരുവായൂരപ്പൻ ക്ഷേത്രം. അവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഗുരുവായൂരപ്പനാണ്. അത് മാത്രമല്ല, ഗുരുവായൂർ ക്ഷേത്രത്തിലെ പൂജയും വഴിപാടുകളും എല്ലാമാണ് ഇവിടെ നടത്തി വരുന്നത്. ഐതിഹ്യം അനുസരിച്ച് തിരുമണിക്കരയ്ക്ക് സമീപത്തുള്ള ഇടുങ്ങിമറ്റില്ല മൂസത്ത് നമ്പൂതിരി എന്ന് പറയുന്ന ഒരു മഹാബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഗുരുവായൂരപ്പന്റെ വലിയ ഭക്തനായിരുന്നു കേട്ടോ. എല്ലാ ഏകാദശി നാളിലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയിട്ട് തൊഴുത് വരുമായിരുന്നു. കാൽനടയായിട്ടായിരുന്നു ഇദ്ദേഹം പോയിട്ടുണ്ടായിരുന്നത്. ഒരു ഏകാദശി നാളിൽ ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞു വരുന്ന അദ്ദേഹം ക്ഷീണിതനായിട്ട് ഒരു ആൾ തരിക്കുകയുമായിരുന്നു. ഇനി എനിക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം ഭഗവാനോട് പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ആലിന്റെ മുകളിൽ നിന്നായിട്ട് ഒരു മണിശബ്ദം കേട്ടു എന്നും ഗുരുവായൂരപ്പൻ ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളൊരു ശബ്ദം അദ്ദേഹത്തെ തേടി വരികയും അങ്ങനെ അദ്ദേഹം പണി കഴിച്ച ഒരു ക്ഷേത്രമാണ് തിരുമണിക്കര ക്ഷേത്രം കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങൾ തൊഴുതു പ്രാർത്ഥിച്ചു. ഏകാദശിയൊക്കെ ആവുന്നതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 7 ദിവസത്തെ പൂജ, ഒരു മാസം നീണ്ടു നിൽക്കുന്ന പൂജകളെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ തൊഴുത് ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് പോകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.